അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ഈ കർദിനാൾ പെട്ടെന്നേ ഈ പേര് അനൗൺസ് ചെയ്യണ സമയത്ത് ലയോ 14 മാർപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ചിന്ത? പെട്ടെന്ന് അങ്ങനെ ഒരു പേര് ഒരു ലിയോ 14 ഇത് ചില സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ വിശുദ്ധ അഗസ്റ്റിൻ്റെ പേര് തിരഞ്ഞെടുക്കും എന്നുള്ളത്. എന്നാൽ അതിന് പുറകിൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ലിയോ 14 എന്നുള്ള പാപ്പയുടെ തിരഞ്ഞെടുത്തത് ലിയോ 13 പാപ്പയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഇതാണ്. അതിലെന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ചിന്ത? പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അഗസ്റ്റീൻ സഭയോടും വളരെയധികം ആഴമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു പപ്പയാണ് ലിയോ 13 പാപ്പയും. എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? അത് ആ ഒരു ബന്ധം എന്തായിരുന്നു? എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച്? അതിനെല്ലാം ഉപരിയായിട്ട് പിതാവിൻ്റെ വാക്കുകളിൽ തന്നെയാണെങ്കിലും നമ്മളുടെ അഗസ്റ്റിനെ എപ്പോഴും കോട്ട് ചെയ്യുന്നു, ഐ ആം ദ സൺ ഓഫ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞിരുന്നല്ലേ? അപ്പോൾ ഈ ലയോ 13 വിശുദ്ധ അഗസ്റ്റിനോട് ഒരു ബന്ധമുണ്ടായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അതിലുപരിയായിട്ട് റേരും നൊവാരും, സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം കൊടുക്കുന്ന റേരും നൊവാരും എന്ന് പറഞ്ഞ സോഷ്യൽ ഡോക്യുമെന്റ് പുറത്തിറക്കിയത് ലയോ 13 മാർപ്പാപ്പ. എനിക്ക് തോന്നുന്നത് ലയോ 14 മാർപ്പാപ്പ ബാൽക്കണിയിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ സോഷ്യൽ ജസ്റ്റിസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ജസ്റ്റിസ് സമൂഹത്തിന് കിട്ടണം, സഹിക്കുന്നവരെയൊക്കെ ഓർത്തട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മാതാവിൻ്റെ ഒരു കണക്ഷൻ പ്ലസ് ലയോ 13 മാർപ്പാപ്പയുടെ മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലയോ 13 മാർപ്പാപ്പ 11 എൻസൈക്ലിക്കിൽ മാതാവിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസം, മെയ് മാസം റോസറി, മരിയൻ ഡിവോഷൻ, അങ്ങനെ ഒരുപാട് എൻസൈക്ലിക്കിൽ അറിയിക്കുന്ന മാർപ്പാപ്പയാണ് 13 ലയോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ആ പ്രചോദനം തന്നെയാണ് ആ പേര് സ്വീകരിക്കാൻ കാരണം. അതെ, എനിക്ക് തോന്നുന്നു ആ പേര് ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നത്, ആ ഒരു പേര് തന്നെ. ഞാൻ പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും കണ്ടുമുട്ടുമ്പോഴൊക്കെ ആ പേരിനെ എന്തോ ഒരു പ്രത്യേക സ്നേഹത്തോടെ അവർ വരവേറ്റതായിട്ട് എനിക്ക് തോന്നാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഹൃദയത്തിലെ അത്രമാത്രം സ്വാധീനം ലയോ 13 വരുത്തിയിട്ടുണ്ടായിരിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ലിയോ 13 പാപ്പ എഴുതിയ ഒരു മിഖായേൽ മാലാഖയോടുള്ള ഒരു പ്രാർത്ഥന, ഒരു ഡെലിവറൻസ് പ്രെയർ ശുശ്രൂഷകളിൽ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ലിയോ 13 പാപ്പ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ചൊല്ലാറുള്ളത് സാധാരണ ശുശ്രൂഷകളിൽ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ലിയോ 13 പാപ്പയെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഓർമ്മ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പിന്നിലൊരു സംഭവം ഉണ്ട്, അത് അച്ഛൻ അറിയാമോന്ന് എനിക്കറിയില്ല. ലയോ 13 മാർപ്പാപ്പ ദേവാലയത്തിൽ അപ്പസ്റ്റോലിക് പാലസിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ട്രാൻസ്, ഒരു ദൈവികമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് അല്ലേ? അതായത് ഈ നഗരം നശിപ്പിക്കുവാൻ വേണ്ടി ഒരു തിന്മയുടെ ശക്തി അതിശക്തമായിട്ട് വരുന്ന സമയത്ത് മിഖായേൽ മാലാഖ വാള് പിടിച്ചിട്ട് ആ തിന്മയുടെ ശക്തിയെ തകർക്കുന്നതായിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ തിരുസഭയെ നശിപ്പിക്കുവാനായിട്ടൊരു തിന്മയുടെ ശക്തി ഇറങ്ങി വരുന്ന ആ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലയോ 13 മാർപ്പാപ്പ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ നിന്ന് ഓടി അദ്ദേഹം കൊമ്പോസ് ചെയ്ത പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേൽ ദൂതനോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന രചിച്ചത് ലയോ 13 മാർപ്പാപ്പയാണ്. ആ ദർശനം, ആ ഒരു വെളിപ്പെടുത്തലുകൾ സ്വർഗത്തിൽ നിന്നും മാർപ്പാപ്പയ്ക്ക് കിട്ടിയപ്പോൾ എഴുതി വെച്ചൊരു മാത്രമല്ല, ആ പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് 2ാം വത്തിക്കാൻ കൗൺസിൽ വരെ മുടങ്ങാതെ കുർബാനകൾക്ക് ശേഷം അത് ചൊല്ലിയിരുന്നു. പിന്നീടാണത് നിർത്തിക്കളഞ്ഞത്, അത് പൊതു ഡിവോഷനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ ഈ ലയോ 14 മാർപ്പാപ്പ ആ പേര് സ്വീകരിച്ച് വത്തിക്കാൻ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആ ഉപദേശത്തിനും സന്ദേശത്തിനും പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? നോ ഈവിൾ വിൽ പ്രിവെയിൽ അഗെയിൻസ്റ്റ് ദ ചർച്ച്. തിന്മയുടെ ഒരു ശക്തിക്കും സഭയെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് ലയോ 14 മാർപ്പാപ്പയും പ്രത്യേകം പറഞ്ഞിരുന്നു അന്ന്. അപ്പം ആ ഒരു തിന്മയ്ക്കെതിരെ, സഭയ്ക്കെതിരെ നടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെക്കുറിച്ച് ലയോ 13 മാർപ്പാപ്പ എങ്ങനെ അവയറായിരുന്നോ അതേ തീവ്രതയിൽ എനിക്ക് തോന്നുന്നത് ഈ മാർപ്പാപ്പയും അതിനെക്കുറിച്ച് അവയറാണെന്ന് തോന്നുന്നു. ശരിക്കും ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടലാണ് എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു ആഴമായ ഒരു
ദൈവത്തിൻ്റെ ഒരു പരിപാലന ഇതിൻ്റെ പിന്നിൽ തെരഞ്ഞെടുപ്പിനും പേരിൻ്റെ തെരഞ്ഞെടുപ്പിലും പോലും നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.